ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് കഠിനമായ സാഹചര്യങ്ങളൊക്കെ നേരിടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ചെറിയൊരു തടസ്സമോ എന്തെങ്കിലും വന്നാൽ മതി അല്ലെ, ആ ഒരു സിറ്റുവേഷൻ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള ഒരു പ്രവണതയാണ് കൂടുതൽ കാണുന്നത്. അപ്പൊ ഇത് മറികടക്കാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക, മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. ഡെയിലി ലൈഫിലെ സൈക്കോളജി റിലേറ്റഡ് കാര്യങ്ങളാണ് ചാനൽ റിലീസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക, ഫാമിലി ഫ്രണ്ട്സ് സൈക്കോളജിയിൽ ഇൻട്രസ്റ്റ് ഉള്ള മറ്റുള്ളവരുമായി ഇത് ഷെയറും ചെയ്യുക. പഠനവുമായും അല്ലെങ്കിൽ കോഴ്സുകളുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഒരു കുട്ടിയുടെ ലൈഫിൽ വരികയാണെങ്കിൽ ഒരു പൊതുവായിട്ടുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് അല്ലേ, അത് IQ, അതായത് നമ്മുടെ ഇന്റലിജൻസ് ക്വോഷ്യന്റ്, ബുദ്ധിശക്തിയിൽ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു കഴിവ് കുറവാണ് എന്നൊക്കെയുള്ളത്. പക്ഷെ ഇത് പലപ്പോഴും ഇമോഷണൽ ക്വോഷ്യന്റുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതായത് നമ്മളുടെ വികാരങ്ങൾ നിയന്ത്രിക്കാനും പിന്തുണ തേടാനും ഒക്കെയുള്ള, അതല്ലെങ്കിൽ ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ നാവിഗേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ അതുമായിട്ടാണ് പലപ്പോഴും ഈ ഒരു കാര്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് കുട്ടിയുടെ ഒരു വെല്ലുവിളി എന്താണ്, അത് കുട്ടി മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ വളരെ മിടുക്കിയായ ഒരു കുട്ടിയായിരിക്കാം, ഏതെങ്കിലും ഒരു ഗണിത പ്രശ്നം അതിന് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ ചിലപ്പോൾ നിരാശ ഉണ്ടാകാം, അതുപോലെ തന്നെ സ്ട്രെസ്സ് വരാനായിട്ടൊക്കെ തുടങ്ങാം. അപ്പോൾ ഇമോഷണൽ ക്വോഷ്യന്റ്, അതായത് വൈകാരിക ബുദ്ധി കുറവുള്ള ഒരു ആളാണ് എങ്കിൽ കൂടുതൽ നിരാശ ഉണ്ടാകും. അതുപോലെ തന്നെ ആ ഒരു ഗണിത പ്രശ്നം ഇതിനി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ആ പ്രശ്നം അങ്ങ് ഉപേക്ഷിച്ച് പോകാനുള്ള സാധ്യതയും ഉണ്ടാകാം. അതേസമയം വൈകാരിക ബുദ്ധി കൂടുതലുള്ള ഒരു കുട്ടിയാണ് എങ്കിൽ ആ ചെയ്യാൻ പറ്റാത്തൊരു ആ സിറ്റുവേഷൻ അത് തിരിച്ചറിയും. ഒരു ഡീപ് ബ്രീത്ത് എടുത്ത് ഒരു ബ്രേക്ക് എടുത്ത് ആ പ്രശ്നം ഒന്നുകൂടെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇത് പഠനത്തിന്റെ ഭാഗമാണെന്നും അത് നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ ചിലപ്പോൾ സുഹൃത്തുക്കളിൽ നിന്നായിരിക്കാം, അതല്ലെങ്കിൽ അധ്യാപകരിൽ നിന്നായിരിക്കാം, സഹായം തേടി ആ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ ഇതാണ് ആ ഒരു ഇമോഷണൽ ക്വോഷ്യന്റ്, അതല്ലെങ്കിൽ ആ ഒരു നമ്മളുടെ വൈകാരിക ബുദ്ധി കൂടുതലും കുറവുമുള്ള കുട്ടികളുടെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കുക, അത് മനസ്സിലാക്കി അതിനെ നേരിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് വിജയം ഉണ്ടാകുന്നത്. നമ്മുടെ ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് മൂവിങ് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അക്കാഡമിക് സമ്മർദ്ദമുണ്ട്, സമൂഹത്തിൻ്റെ കുറേ പ്രതീക്ഷകളുണ്ട് അല്ലെ, യുവ തലമുറയുടെ മേലിൽ, അതുപോലെ സമപ്രായക്കാരുടെ മത്സരമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പല പല കാരണങ്ങൾ കൊണ്ട് ഉയർന്ന സമ്മർദ്ദം കുട്ടികൾക്ക് നേരിടേണ്ടി വരും. അപ്പം ഈ ഒരു വെല്ലുവിളികളെയൊക്കെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനായിട്ട് ഈ ഒരു ഇമോഷണൽ ക്വോഷ്യന്റ് അല്ലെങ്കിൽ വൈകാരിക ബുദ്ധി വളരെയധികം പ്രാധാന്യം വഹിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് 10ാം ക്ലാസ്സിലെ എക്സാം, അതല്ലെങ്കിൽ +2ന്റെ എക്സാം, അതുപോലെയുള്ള എക്സാമിൻ്റെ ആ ഒരു ടൈം വരുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് സമ്മർദ്ദം കൂടി വരാറുണ്ട് അല്ലേ. അപ്പം അവർ കവർ ചെയ്യേണ്ട ആ ഒരു വിഷയങ്ങൾ അത് ഇത്രയുണ്ട്, അപ്പം ഇതെങ്ങനെ ഞാൻ ചെയ്തെടുക്കും എന്നുള്ള ചിന്തകളാണ്. പരീക്ഷയുടെ തീയതി അടുക്കും തോറും ആ ഒരു സ്ട്രെസ് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ താഴ്ന്ന വൈകാരിക ബുദ്ധിയുള്ള ഒരു കുട്ടിയാണ് എങ്കിൽ, അതായത് ഇമോഷണൽ ക്വോഷ്യന്റ് കുറവാണ് എങ്കിൽ, ഈ വരുന്ന സമ്മർദ്ദവും ഈ ഒരു ഉത്കണ്ഠയൊക്കെ മറച്ചു വെക്കും. കാരണം എൻ്റെ കഴിവുകേടാണെന്ന് മറ്റുള്ളവർ വിചാരിക്കും, എനിക്ക് ബുദ്ധി കുറവാണെന്ന് മറ്റുള്ളവർ വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് മിണ്ടാതിരിക്കും, തനിയെ എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. അപ്പോൾ ഈ കുട്ടി അങ്ങ് ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് ചോദിച്ചാൽ അത് മോശമാകുമെന്ന് വിചാരിച്ചിട്ട് സഹായം തേടുന്നതൊക്കെ അങ്ങ് ഒഴിവാക്കും. അപ്പം ഇത് കൂടുതൽ ഉത്കണ്ഠ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല, അതുപോലെ ഉറക്കക്കുറവ് അനുഭവപ്പെടും. മൊത്തത്തിലുള്ള ആ ഒരു ഹെൽത്തിനെ, ആ കുട്ടിയുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കും. അപ്പം ഇമോഷണൽ ക്വോഷ്യന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വെല്ലുവിളികളെയൊക്കെ നേരിടാനായിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടുള്ള ഘട്ടങ്ങളൊക്കെ നമുക്ക് അതിനെയൊക്കെ ഒന്ന് തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഉദാഹരണത്തിന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ലെ, ഫലങ്ങളെക്കുറിച്ച് അമിതമായി ആകുലപ്പെടുന്നതിന് പകരം നമ്മളുടെ പ്രയത്നത്തിലും പ്രവർത്തനങ്ങളിലുമാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന്. അതുപോലെ തന്നെ വെല്ലുവിളികൾ നേരിടുകയാണെങ്കിൽ നമ്മളുടെ പ്രതിരോധശേഷി വർദ്ധിക്കും, നമ്മളുടെ ക്രിയാത്മകമായ ഒരു മനോഭാവം വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും.
കൂടാതെ നമ്മുടെ ആ ഒരു ലൈഫ് സൈക്കിളിന്റെ ഒരു ഭാഗമാണ് സന്തോഷമെന്ന് പറയുന്നതും ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നതും വെല്ലുവിളികളും എല്ലാം. ഇതെല്ലാം ലൈഫിൽ വന്നും പോയും ഇരിക്കും. ഇതൊന്നും ശാശ്വതമല്ല. ഇതൊക്കെ താൽക്കാലികമാണ്, അല്ലേ? ആ ഒരു സിറ്റുവേഷനും കടന്നു പോകുമെന്നുള്ളതാണ്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾക്കും മനസ്സിലാകണം. അതുപോലെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വികസിപ്പിക്കാൻ ഇത് അവരെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് കുറച്ച് സഹിഷ്ണുതയും കുറച്ച് ക്ഷമയും ഒക്കെ ഉണ്ടെങ്കിൽ പ്രയാസകരമായ സമയങ്ങളിൽ നമുക്ക് ശാന്തമായ മനസ്സോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് നമ്മൾക്ക് ഉണ്ടാകും. പണ്ടുകാലത്തൊക്കെ പേരൻസ് പറഞ്ഞുകൊണ്ടിരുന്നത് വീഴ്ചയിലൂടെയാണ് പഠിക്കുന്നതെന്നാണ്, അല്ലേ? പക്ഷെ ഇന്നത്തെ കാലത്താണെങ്കിൽ വീഴാതിരിക്കാനായിട്ട് പൊതിഞ്ഞു പൊതിഞ്ഞു പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ മാതാപിതാക്കളാണ് കുട്ടികളുടെ പ്രതിരോധ ശേഷി വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പരാജയങ്ങളൊക്കെ വരുമ്പോൾ അത് അവർക്ക് പഠിക്കാനുള്ള ഒരു അവസരങ്ങളായി കാണാനായിട്ട് അവർക്ക് തോന്നണം. അതിനുള്ളൊരു മാനസികാവസ്ഥ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. തിരിച്ചടികളൊക്കെ നേരിടാനും ശക്തരാകുകയൊക്കെ ചെയ്യാനായിട്ട് അവരെ സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം അങ്ങനെ തിരിച്ചടികളൊക്കെ നേരിട്ട് ശക്തരായ വ്യക്തികളുടെയൊക്കെ കഥകൾ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ കുട്ടി ഒരു ശാസ്ത്രജ്ഞയാകാനായിട്ട് താല്പര്യമുണ്ട്. എന്തെങ്കിലും ഒരു ശാസ്ത്ര പരീക്ഷണം നടത്തിയെന്ന് വിചാരിക്കുക. പ്രതീക്ഷിച്ച ഫലം അതിന് കിട്ടിയില്ല എങ്കിൽ ഇപ്പം രണ്ട് രീതിയിൽ പേരൻസിന് ഇതിനെ സമീപിക്കാം, അല്ലേ? ഒന്ന്, ആ കുട്ടിക്ക് സംഭവിച്ച പരാജയത്തോട് പ്രതികൂലമായി പ്രതികരിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ അതൊരു നിരുത്സാഹപ്പെടുത്തുന്ന രീതിയാണ്, അല്ലേ? അപ്പം ആ കുട്ടിക്ക് പരാജയ ഭയം ഉണ്ടാകാം. അതുപോലെ തന്നെ തിരിച്ചടികളൊക്കെ വന്നാൽ അവിടെ വെച്ച് നിർത്തണം, അയ്യോ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാനൊന്നും പറ്റുന്ന കാര്യമല്ല എന്നൊക്കെയുള്ള ചിന്ത കുട്ടിക്ക് വന്നിട്ട് ഇനി മുന്നോട്ട് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ശാസ്ത്രീയ അഭിലാഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്തുടരാതിരിക്കാനുള്ള വഴികൾ നോക്കും. അതല്ലെങ്കിൽ അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്ത് വേറെ എളുപ്പമുള്ള വഴി എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിക്കും. നേരെ മറിച്ച് വളരെ സജീവമായി പ്രതിരോധശേഷി വളർത്തുന്ന രീതിയിലാണ് പേരൻസ് പെരുമാറുന്നത് എങ്കിൽ, അതായത് അവർ ചെയ്യുന്നത് പരാജയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കില്ല. അതിന് പകരം കുട്ടിയുടെ ആ ഒരു പരിശ്രമത്തെയും കുട്ടിക്കുണ്ടായ ആ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ അവർ അഭിനന്ദിക്കും. അപ്പോൾ വിജയം കൈവരിക്കുന്നതിന് മുൻപ് നിരവധി പരാജയങ്ങൾ നേരിട്ടിട്ടുള്ള വ്യക്തികൾ, തോമസ് ആൽവ എഡിസനെ പോലെയുള്ളവരുടെ പ്രശസ്തരായിട്ടുള്ള ശാസ്ത്രജ്ഞരുടെ കഥകളൊക്കെ അവർ പങ്കിടും. അപ്പോൾ അത് കേൾക്കുമ്പോൾ പരാജയം എന്ന് പറയുന്നത് കഴിവുകളൊക്കെ പഠിക്കാനും മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരമാണെന്ന് കുട്ടിക്ക് ഫീല് വരും. ആ ഒരു സിറ്റുവേഷനിൽ വളർച്ചയുടെ ഒരു മാനസികാവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമീപനമാണെങ്കിൽ തിരിച്ചടികളൊക്കെ ഒന്നും തടസ്സങ്ങളല്ലെന്ന് മനസ്സിലാവുകയും ഭാവിയിലേക്കുള്ള വിജയത്തിന്റെ ചവിട്ടുപടിയായിട്ട് കാണാനും ഒക്കെ കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും പല കുട്ടികളും ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ആയിട്ട് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പം ഈ ഒരു സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇത് ഇച്ചിരി ടഫാണ്, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇത് വേണ്ട മറ്റേ സബ്ജക്റ്റ് എടുക്കുക, അതാകുമ്പോൾ എളുപ്പമുണ്ട്, പെട്ടെന്ന് പരിപാടി തീരുമല്ലോ എന്നൊക്കെ അങ്ങ് വിചാരിച്ച് എളുപ്പമുള്ള വിഷയങ്ങളൊക്കെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്നേരം ഒരു ആശ്വാസമൊക്കെ കിട്ടും, അല്ലേ? അത് സത്യം പറഞ്ഞാൽ ഒരു ചെറിയ എസ്കേപ്പാണ് നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഈസി ഗോയിങ് ആയിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ പിന്നീട് ലൈഫിൽ വെല്ലുവിളികളൊക്കെ വരുമ്പോൾ നിങ്ങൾക്കത് നേരിടാൻ പറ്റുമോ? നിങ്ങൾ അന്നേരവും എന്താണ് എളുപ്പവഴിയെന്ന് നോക്കും, അല്ലെങ്കിൽ അതിൽ നിന്ന് എസ്കേപ്പ് ആകാനായിട്ട് നോക്കും. അതും പറ്റാതെ സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് പലരും ജീവിതത്തിൽ നിന്ന് എസ്കേപ്പ് ആകാനും നോക്കുന്നത്. കാരണം പ്രശ്നങ്ങളെ നേരിടാൻ അവർക്ക് അറിയില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ട് പഠിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് നേരിട്ട് കഴിയുമ്പോൾ ഒരു വല്ലാത്ത കോൺഫിഡൻസും ധൈര്യവും ഒക്കെയാണ് വരിക. അപ്പോൾ അതാണ് വിജയം എന്ന് പറയുന്നത്, അല്ലെ? ഒരു പെർഫെക്ഷൻ അല്ല നമുക്ക് വേണ്ടത്, നമ്മുടെ ലൈഫിന് ഒരു പുരോഗതിയാണ് വേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ ആ വെല്ലുവിളികളെ നേരിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ. ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്ട്രെസ് വരും, അല്ലേ? അപ്പം അതിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ഡീപ് ബ്രീത്തിങ് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. അതിനുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പം അതിൽ ഓതന്റിക് ആയിട്ടുള്ള നോക്കിയിട്ട് അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പം എന്താണോ നിങ്ങൾക്ക് സ്ട്രെസ് തരുന്നത് അതിനകത്ത് നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക. നിങ്ങൾക്ക് നടക്കാൻ പോകാവുന്നതാണ്. ഒറ്റയ്ക്ക് നടക്കണമെങ്കിൽ ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂട്ടത്തിലിരിക്കുമ്പോഴാണ് ഒരു റിലീഫ് കിട്ടുന്നതെങ്കിൽ അതാകാം. അതല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഏതാണോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ
നിങ്ങളൊരു കോഴ്സിന് പോയി ചേരുമ്പോഴത്തേക്ക് ആ ഒരു സിലബസും അതിലെ ടോപ്പിക്സും എല്ലാം കണ്ടിട്ട് കണ്ണും വീഴ്ചിരിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പം ഒരു എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു വലിയൊരു ഫിഷ് ഫ്രൈ നമ്മുടെ മുമ്പിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ അയ്യോ ഇതെല്ലാം കൂടെ ഞാൻ ഒറ്റയടിക്ക് എങ്ങനെ വിഴുങ്ങും എന്ന് വിചാരിച്ച് നമ്മൾ ടെൻഷൻ പിടിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ഒരു അരികിൽ നിന്ന് അങ്ങ് തുടങ്ങും അല്ലേ? അത് ഓരോ ബൈറ്റും നമ്മൾ എൻജോയ് ചെയ്താണ് അത് കഴിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പഠനത്തെയും കരുതിയാലും മതി. ഇപ്പോൾ ഓരോ സെമസ്റ്ററിൽ പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറേശ്ശെ കുറേശ്ശെ പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക. ഇതെല്ലാം കൂടെ അവസാനം എക്സാമിൻ്റെ മുമ്പിൽ ദിവസം വിഴുങ്ങാൻ വിചാരിക്കുമ്പോഴാണ് ഒന്നും നടക്കാതെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോവുക. പിന്നെ ഈ പറഞ്ഞ സ്ട്രെസ് റിലീഫിനുള്ള കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടഫ് സിറ്റുവേഷനെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തൊരു കാര്യം, നിങ്ങൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രതീക്ഷകൾ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഗിറ്റാർ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സിൽ ചേർന്നു. ക്ലാസ്സിൽ ചേരുമ്പോഴേ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുകയാണ്, അടുത്ത 6 മാസമൊക്കെ കഴിയുമ്പം കോളേജിൽ ആർട്സ് ഫെസ്റ്റിവലാണ്, ഞാനൊരു തകർക്കും, ഞാൻ പാട്ടുകൾ വായിക്കും, എനിക്ക് ഒത്തിരി ആരാധകരുണ്ടാകും എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ പഠിക്കാനായിട്ട് പോയി തുടങ്ങി. ഒരു 3 മാസമായിട്ടും പ്രത്യേകിച്ച് അനക്കമൊന്നുമില്ല. ലെഫ്റ്റ് കയ്യിലെ ഫിംഗേഴ്സ് കോർഡിനേറ്റ് ചെയ്യുമ്പം റൈറ്റ് അനങ്ങുന്നില്ല. ഇത് മൊത്തത്തിൽ കോർഡിനേഷനും പറ്റുന്നില്ല. ഇപ്പോഴും ടിങ് 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 വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പാട്ട് പോലും ആയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിരാശ വരും. കാരണം ഇനി ഒരു 3 മാസം കൂടെ ഉള്ളൂ അല്ലേ ആർട്സ് ഫെസ്റ്റിവലിന്. അന്ന് നിങ്ങൾ പാട്ട് വായിച്ച് വലിയ സ്റ്റാർ ആകാനിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആകെപ്പാടെ ഇതൊന്നും നടക്കത്തില്ല എന്നുള്ളൊരു ഫീലിലേക്കൊക്കെ വരും. അപ്പോഴാണ് നിരാശ വരുന്നത്. അതേസമയം നിങ്ങൾ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുകയാണ്, ഇത് ഒരു ക്രമാനുഗതമായ കാര്യമാണ്, ഇതിന് കുറച്ച് ടൈം എടുക്കും, നിങ്ങൾക്ക് ഒരു മനസ്സിൻ്റെ കോർഡിനേഷനും എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇത് പറ്റൂ എന്ന്. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പോയി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ആ ഒരു റിയാലിറ്റി അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ ഗ്രാജുവലായിട്ട് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം ഒരു ഗാനം പഠിക്കാനായിട്ട് ചിലപ്പോൾ ഒരു 6 മാസം എടുക്കുകയാണെങ്കിൽ അതിനുശേഷം അത് നിങ്ങൾ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ചെറിയ വിജയം അത് നിങ്ങൾ ആഘോഷിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ്, അത് ഏത് കാര്യമാണെങ്കിലും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രതീക്ഷകൾ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ടഫായിട്ടുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വെല്ലുവിളികളെയൊക്കെ നേരിട്ട് മുന്നോട്ട് പോകാനായിട്ട് കുട്ടികളോടൊപ്പം തന്നെ രക്ഷിതാക്കളും അധ്യാപകരും സമൂഹവും എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. അതുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബുദ്ധി മാത്രമല്ല വൈകാരിക ബുദ്ധിയിലും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന വെല്ലുവിളികളെയൊക്കെ നമുക്ക് വിജയകരമായി നേരിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. Hope this brought a smile on your face. Let the smile go on. Thank you.